ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഇന്ത്യയുടെ ഒരു വമ്പൻ നയതന്ത്ര വിജയത്തെക്കുറിച്ചാണ്. പശ്ചിമേഷ്യയിൽ അതായത് മിഡിൽ ഈസ്റ്റിൽ യുദ്ധം പുകയുകയാണ്. ഒരു വശത്ത് ഇറാൻ, മറുഭാഗത്ത് ഇസ്രായേൽ. ഇതിനിടയിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കടൽപാതയുണ്ട്. അതാണ് ഹോർമൂസ് കടലിടുക്ക്. എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ, വിദേശകാര്യമന്ത്രി ജയശങ്കർ കഴിഞ്ഞ ദിവസം ഒരു വലിയ കാര്യം വെളിപ്പെടുത്തുകയുണ്ടായി. ലോകരാജ്യങ്ങൾ പലതും ഈ കടൽപാതയിലൂടെ കപ്പലോടിക്കാൻ ഭയപ്പെടുമ്പോൾ ഇന്ത്യയുടെ കപ്പലുകൾ യാതൊരു പേടിയുമില്ലാതെ സുരക്ഷിതമായി അവിടെ കൂടി കടന്നു പോവുകയാണ്. ഇതിനെയാണ് അദ്ദേഹം ഇന്ത്യയുടെ നിശബ്ദ നയതന്ത്രം എന്ന് വിളിച്ചത്. അതായത് ബഹളങ്ങളൊന്നുമില്ലാതെ, ആരോടും തർക്കിക്കാതെ സ്വന്തം രാജ്യത്തിന്റെ കാര്യം ഇന്ത്യ കൃത്യമായി നടത്തിയെടുക്കുന്നു. ഇത് കേവലം ഒരു വാർത്തയല്ല, മറിച്ച് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്ന വലിയൊരു നീക്കം തന്നെയാണ്. നമുക്ക് ആദ്യം ഈ ഹോർമൂസ് കടലിടുക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്തിനാണ് ഇതിനെക്കുറിച്ച് ഇത്രയധികം സംസാരിക്കുന്നത്? ഗൂഗിൾ മാപ്പ് എടുത്തു നോക്കിയാൽ കാണാം, ഇറാനും ഒമാനും ഇടയിലുള്ള വളരെ ചെറിയൊരു കടൽപാതയാണിത്. ഇതിന്റെ വീതി വെറും 33 കിലോമീറ്റർ മാത്രമാണ്. പക്ഷേ ഈ ചെറിയ പാതയിലൂടെയാണ് ലോകത്തിലെ ആകെ എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 20 മുതൽ 25% വരെ കടന്നു പോകുന്നത്. സൗദി അറേബ്യ, ഇറാഖ്, കുവൈറ്റ്, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പെട്രോളും ഗ്യാസും പുറം ലോകത്തെ എത്തിക്കാൻ ഈ വഴി കഴിഞ്ഞേ മറ്റൊന്നുള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വീടുകളിലെ ഗ്യാസ് സിലിണ്ടറും വണ്ടികളിലെ പെട്രോളും സുഗമമായി കിട്ടണമെങ്കിൽ ഈ വഴി തുറന്നു കിടക്കണം. ഇപ്പോൾ അവിടെ യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് ഇറാൻ എപ്പോൾ വേണമെങ്കിലും ഈ വഴി അടച്ചുപൂട്ടാം. അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യയിൽ ഇന്ധനവില കുതിച്ചുയരും. കൂടാതെ നമ്മുടെ 23,000-ഓളം നാവികർ ഈ കടലിലുണ്ട്. അവരുടെ സുരക്ഷയും വലിയൊരു തലവേദനയാണ്. ഇത്തരം ഒരു ഘട്ടത്തിലാണ് ഇന്ത്യയുടെ ഇടപെടൽ ലോകത്തെ ഞെട്ടിക്കുന്നത്. മറ്റ് രാജ്യങ്ങൾ ഇറാഖിനെയോ ഇറാനെയോ കുറ്റപ്പെടുത്തി സമയം കളയുമ്പോൾ ഇന്ത്യ എന്താണ് ചെയ്തത്? ജയശങ്കർ വ്യക്തമാക്കുന്നത് പ്രകാരം ഇന്ത്യ ഇറാനുമായി നേരിട്ട് സംസാരിച്ചു. മൂന്നാമതൊരു രാജ്യത്തിന്റെ സഹായമില്ലാതെ തന്നെ നമ്മൾ അവരുമായി ഒരു ധാരണയിലെത്തി. നിലവിൽ ഒരു വലിയ കരാറിലൊന്നും നമ്മൾ ഒപ്പിട്ടിട്ടില്ല. പകരം ഓരോ കപ്പലിന്റെയും നീക്കം പ്രത്യേകം ഇറാനെ അറിയിക്കുകയും അവരിൽ നിന്ന് അനുമതി വാങ്ങുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന്റെ ഗുണം നമ്മൾ കണ്ടു. ഏകദേശം 92,000 മെട്രിക് ടൺ LPGയുമായി വന്ന ശിവാലിക്, നന്ദാദേവി എന്നീ ഇന്ത്യൻ കപ്പലുകൾ ഒരു പ്രശ്നവുമില്ലാതെ ആ അപകടം നിറഞ്ഞ വഴി കടന്നു വന്നു. ഇതിന് പിന്നാലെ 1.35 ലക്ഷം ടൺ ക്രൂഡ് ഓയിലുമായി വന്ന സ്മിർണി എന്ന കപ്പലും മുംബൈയിൽ സുരക്ഷിതമായി എത്തി. പാശ്ചാത്യ രാജ്യങ്ങൾ പോലും ഇറാനുമായി എങ്ങനെ സംസാരിക്കണം എന്നറിയാതെ കുഴങ്ങുമ്പോഴാണ് ഇന്ത്യ ഈ രീതിയിൽ വിജയിക്കുന്നത്. നമ്മുടെ നാവികരെ സംരക്ഷിക്കാനും ഇന്ധന വിതരണം മുടങ്ങാതിരിക്കാനും ഈ സൈലന്റ് ഡിപ്ലോമസി വലിയ സഹായമാണ് ചെയ്യുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കും ഇന്ത്യ നൽകുന്ന സന്ദേശം ലളിതമാണ്: നമുക്ക് നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അറിയാം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വലിയ ശത്രുതയ്ക്കിടയിൽ ഒരു പാലമായി പ്രവർത്തിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നുവെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ ഇപ്പോൾ പറയുകയാണ്. യുദ്ധത്തിന്റെ ഭീതിയുണ്ടെങ്കിലും ഇന്ത്യയുടെ കപ്പലുകൾ സുരക്ഷിതമായി ഓടുന്നു എന്നത് ഇന്ത്യയുടെ നയതന്ത്ര കരുത്തിന്റെ തെളിവ് തന്നെയാണ്. കേവലം അയൽരാജ്യങ്ങളുമായി മാത്രമല്ല, ലോകത്തെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും ഇന്ത്യക്ക് വലിയ സ്വാധീനമുണ്ടെന്ന് ഇത് തെളിയിക്കുകയാണ്. നാളത്തെ ലോകത്ത് ഇന്ത്യയുടെ റോൾ എത്രത്തോളം വലുതാണെന്ന് ഈ ഒരു സംഭവം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. യുദ്ധം നടക്കുമ്പോൾ സാധാരണഗതിയിൽ കപ്പലുകൾ ആ വഴി ഒഴിവാക്കും. പക്ഷേ മോദി സർക്കാർ ചെയ്തത് എന്താണെന്നോ? കടലിൽ നമ്മുടെ നാവികസേനയെ വിന്യസിക്കുകയും മറുവശത്ത് ഇറാൻ അധികൃതരുമായി നിരന്തരം ബന്ധപ്പെടുകയും ചെയ്തു. ഇതിനിടെയാണ് ജയശങ്കർ നിശബ്ദ നയതന്ത്രം എന്ന് വിളിച്ചതെങ്കിലും ഇതിന്റെ പിന്നിലെ കരുത്ത് മോദിജി ലോക നേതാക്കളുമായി ഉണ്ടാക്കിയെടുത്ത വ്യക്തിപരമായ ബന്ധമാണ്. ഇന്ന് ലോകം വിശ്വസിക്കുന്നത് റഷ്യ-യുക്രൈൻ യുദ്ധമായാലും ഇറാൻ ഇസ്രയേൽ തർക്കമായാലും അത് പരിഹരിക്കാൻ മോദിജിക്ക് സാധിക്കുമെന്നാണ്. കാരണം ഇന്ത്യ ഇന്ന് ആരുടെയും പക്ഷം പിടിക്കുന്നില്ല, മറിച്ച് നീതിയുടെയും സമാധാനത്തിന്റെയും പക്ഷത്താണ്. യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇന്ന് ചോദിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഇറാനുമായി ഇത്രയും നല്ല ബന്ധം നിലനിർത്തുന്നത് എന്നാണ്. അതിനുള്ള ഉത്തരം മോദിയുടെ നയതന്ത്രമാണ്. ഓരോ ഇന്ത്യൻ കപ്പലും ഹോർമൂസ് കടലിടുക്ക് കടക്കുമ്പോൾ അത് മോദി ഭരണകൂടത്തിന്റെ കരുത്താണ് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. നമ്മുടെ 23,000-ഓളം വരുന്ന നാവികർക്ക് ഇന്ന് ആത്മവിശ്വാസത്തോടെ ജോലി ചെയ്യാൻ കഴിയുന്നതിന് പിന്നിൽ ഒരു കരുത്തുറ്റ സർക്കാർ ഉണ്ടെന്ന ബോധ്യമുള്ളത് കൊണ്ടാണ്. ഹോർമൂസ് കടലിടുക്കിലെ ഈ വിജയം നരേന്ദ്രമോദി എന്ന നേതാവിന്റെ ദീർഘവീക്ഷണത്തിന്റെ വിജയം കൂടിയാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ മുൻനിർത്തി അദ്ദേഹം നടത്തുന്ന ഓരോ നീക്കവും ഭാരതത്തെ വിശ്വഗുരുവായി മാറ്റുകയാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, പശ്ചിമേഷ്യയിൽ സംഘർഷം തുടങ്ങിയപ്പോൾ ഇന്ത്യയിൽ വലിയൊരു വിഭാഗം ആളുകൾ ഭയപ്പെട്ടിരുന്നു. ഇന്ത്യ വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് പോവുകയാണെന്ന്. പെട്രോളിനും ഗ്യാസും കിട്ടാതാകും എന്നൊക്കെയായിരുന്നു പലരുടെയും പ്രചാരണം. പ്രത്യേകിച്ച് പ്രതിപക്ഷം ഈ സാഹചര്യം മോദി സർക്കാരിനെ അടിക്കാനുള്ള വടിയായിട്ടാണ് ഉപയോഗിച്ചത്.
മോദിയുടെ വിദേശ നയം പരാജയമാണ്, ഇന്ത്യ ഒറ്റപ്പെടാൻ പോകുന്നു, ഇറാനുമായുള്ള ബന്ധം വഷളായി എന്നൊക്കെ പറഞ്ഞ് അവർ പരിഹസിച്ചു. സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലുകളിലും ഇന്ത്യ ഒരു രൂക്ഷമായ പ്രതിസന്ധിയിലേക്ക് വീഴാൻ പോകുന്നു എന്ന തരത്തിൽ വലിയ ചർച്ചകൾ നടന്നു. എന്നാൽ ആ വിമർശനങ്ങൾക്കെല്ലാം നരേന്ദ്രമോദി നൽകിയ മറുപടി വാക്കുകൾ കൊണ്ടായിരുന്നില്ല, പ്രവൃത്തി കൊണ്ടായിരുന്നു. വിമർശകർ ബഹളം വെച്ചുകൊണ്ടിരുന്നപ്പോൾ മോദി സർക്കാർ നിശബ്ദമായി കരുക്കൾ നീക്കി. ലോകരാജ്യങ്ങൾ പലതും വഴിമുട്ടി നിന്നപ്പോൾ ഇന്ത്യയുടെ കപ്പലുകൾ സുരക്ഷിതമായി തീരമണഞ്ഞു. ഇന്ത്യ പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞു ചിരിച്ചവർക്ക് മുന്നിലൂടെ ലക്ഷക്കണക്കിന് ടൺ ഇന്ധനവുമായി ഭാരതത്തിന്റെ കപ്പലുകൾ ഹോർമോസ് കടലിടുക്ക് പിന്നിട്ടു. ഇത് വെറും ഒരു കപ്പൽ യാത്രയല്ല, മറിച്ച് തന്നെ പരിഹസിച്ചവർക്കുള്ള മോദിജിയുടെ കൃത്യമായ മറുപടിയാണ്. ഏത് വലിയ പ്രതിസന്ധി വന്നാലും തന്റെ രാജ്യത്തെ ജനങ്ങളെ അത് ബാധിക്കാതെ കാക്കാൻ തനിക്ക് കഴിയുമെന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. പണ്ട് പരിഹസിച്ചവർ ഇന്ന് ഈ നയതന്ത്ര വിജയം കണ്ട് അത്ഭുതപ്പെടുകയാണ്. കാരണം മോദിയുടെ ഇന്ത്യ എന്ന പ്രതിസന്ധികളെ ഭയപ്പെടുന്നില്ല, പകരം അവയെ നേരിട്ട് തോൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. പലരും വിചാരിക്കുന്നത് ഇത് വെറും ഒരു കപ്പൽ യാത്രയാണെന്നാണ്. എന്നാൽ ഇതൊരു വലിയ സാമ്പത്തിക കരുനീക്കമാണ്. ഹോർമോസ് കടലിടുക്ക് വഴി എണ്ണ വരുന്നത് തടസ്സപ്പെട്ടിരുന്നെങ്കിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുത്തനെ ഇടിയുമായിരുന്നു. ഇന്ത്യയിൽ പണപ്പെരുപ്പം കൂടുമായിരുന്നു. ആ ഒരു സാഹചര്യം വരാതെ മോദിജി കാത്തുരക്ഷിച്ചു. അതുകൊണ്ട് തന്നെയാണ് ലോകം സാമ്പത്തിക മാന്ദ്യത്തെ ഭയപ്പെടുമ്പോഴും ഇന്ത്യയുടെ ഓഹരി വിപണിയും സാമ്പത്തിക രംഗവും ഇത്ര കരുത്തോടെ നിൽക്കുന്നത്. ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ അത്ഭുതത്തോടെയാണ് ഇന്ത്യയെ നോക്കുന്നത്. അവർക്ക് പോലും ഇറാനുമായി സംസാരിക്കാൻ പേടിയാണ്. എന്നാൽ ജയശങ്കർ ഫിനാൻഷ്യൽ ടൈംസിനോട് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഞങ്ങളുടെ അനുഭവം വേണമെങ്കിൽ മറ്റ് രാജ്യങ്ങളുമായി പങ്കുവെക്കാം. അതായത് പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെ നയതന്ത്രം കൈകാര്യം ചെയ്യണമെന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന വിശ്വഗുരുവായി ഇന്ത്യ മാറിയിരിക്കുന്നു. വലിയ ബഹളങ്ങളില്ലാതെ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന ഈ ഇന്ത്യൻ മോഡൽ ഇന്ന് ലോകം ചർച്ച ചെയ്യുകയാണ്. മറ്റൊരു രസകരമായ കാര്യം ശ്രദ്ധിക്കുക. പല പാശ്ചാത്യ രാജ്യങ്ങളും ഉപദേശങ്ങളുമായി വരാറുണ്ട്. ഇറാനുമായി വ്യാപാരം ചെയ്യരുത്, റഷ്യയുമായി ബന്ധം പാടില്ല എന്നൊക്കെ. എന്നാൽ അവരുടെ ഉപദേശം കേട്ടിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ പെട്രോൾ പമ്പുകൾ പൂട്ടേണ്ടി വന്നേനെ. ഇവിടെയാണ് മോദിയുടെ നിശ്ചയദാർഢ്യം കാണുന്നത്. ഞങ്ങളുടെ ജനങ്ങളുടെ സുരക്ഷയും ആവശ്യവുമാണ് ഞങ്ങൾക്ക് വലുത് എന്ന് അദ്ദേഹം ലോകത്തോട് തുറന്നു പറഞ്ഞു. ഇന്ന് ഇന്ത്യയെ ഉപദേശിച്ച അതേ യൂറോപ്യൻ രാജ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇത്ര സിമ്പിളായി കൈകാര്യം ചെയ്യുന്നത് എന്നാണ്. ഒരിക്കൽ നമ്മളെ കളിയാക്കിയവർ ഇന്ന് നമ്മുടെ നയതന്ത്ര മാതൃകകൾ പഠിക്കാൻ വരി നിൽക്കുകയാണ്. ഇതാണ് പുതിയ ഭാരതത്തിന്റെ മാസ് എൻട്രി. സുഹൃത്തുക്കളെ, ഇന്ന് ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഞെട്ടി നിൽക്കുകയാണ്. അമേരിക്കയും റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾക്ക് പോലും സാധിക്കാത്ത ഒന്ന് ഭാരതം സാധിച്ചെടുത്തിരിക്കുകയാണ്. ഹോർമോസ് കടലിടുക്കിൽ യുദ്ധം പുകയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികൾ പോലും തങ്ങളുടെ കപ്പലുകൾ അയക്കാൻ ഭയന്ന് നിൽക്കുമ്പോഴാണ് ഇന്ത്യയുടെ കപ്പലുകൾ രാജകീയമായി ആ വഴി കടന്നുപോയത്. ലോകം മുഴുവൻ ചോദിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: മോദി എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? പല രാജ്യങ്ങളും യുദ്ധക്കപ്പലുകളെ അകമ്പടിക്ക് വിട്ടു. കോടിക്കണക്കിന് ഡോളർ ഇൻഷുറൻസ് നൽകിയും കപ്പലുകൾ ഓടിക്കാൻ നോക്കിയിട്ട് പരാജയപ്പെട്ടെടുത്താണ് ഇന്ത്യയുടെ ഈ വിജയം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പോലും പകച്ചുപോയ നിമിഷമായിരുന്നു ഇത്. കാരണം ഇറാനുമായി ശത്രുതയിലുള്ള രാജ്യങ്ങളെല്ലാം വഴിമുട്ടി നിൽക്കുകയാണ്. എന്നാൽ മോദിജി എന്ന നേതാവിനോടുള്ള ലോക രാജ്യങ്ങളുടെ ബഹുമാനവും വിശ്വാസവുമാണ് ഇവിടെ തെളിയിക്കപ്പെട്ടത്. ശത്രുതയുള്ള രണ്ട് രാജ്യങ്ങളെ ഒരേ സമയം കയ്യിലെടുക്കാൻ കഴിയുന്ന ലോകത്തിലെ ഒരേ ഒരു നേതാവ് നരേന്ദ്രമോദിയാണെന്ന് ഇന്ന് ലോകം സമ്മതിച്ചു കഴിഞ്ഞു. ലോകം മാറുകയാണ്. ആ മാറ്റത്തിനൊപ്പം ഭാരതവും മാറിക്കഴിഞ്ഞു. ഒരിക്കൽ ലോകകാര്യങ്ങളിൽ വെറും ഒരു കാഴ്ചക്കാരനായി നിന്നിരുന്ന ഇന്ത്യ ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന ശക്തിയായി മാറിയിരിക്കുകയാണ്. ഹോർമോസ് കടലിടുക്കിൽ കണ്ടത് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം മാത്രമാണ്. പല വൻശക്തികളും ഇറാനെ ഭീഷണിപ്പെടുത്തിയും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയും സമ്മർദ്ദത്തിലാക്കാൻ നോക്കിയപ്പോൾ നരേന്ദ്രമോദി എന്ന നേതാവ് തിരഞ്ഞെടുത്തത് വിശ്വാസത്തിന്റെ നയതന്ത്രമായിരുന്നു. നമുക്ക് ശത്രുക്കളില്ല, സുഹൃത്തുക്കൾ മാത്രമേയുള്ളൂ എന്ന ഭാരതീയ ദർശനം അദ്ദേഹം ലോകത്തിനു മുന്നിൽ പ്രായോഗികമായി കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ലോകം മുഴുവൻ യുദ്ധപേടിയിൽ നിൽക്കുമ്പോഴും നമ്മുടെ കപ്പലുകൾക്ക് ഇറാൻ സുരക്ഷിത പാത ഒരുക്കുന്നത്. സ്വന്തം നാവികരുടെ ജീവൻ സംരക്ഷിക്കാൻ സ്വന്തം രാജ്യത്തെ സാധാരണക്കാരന്റെ അടുക്കളയിൽ ഇന്ധനം മുടങ്ങാതിരിക്കാൻ ലോകത്തിന്റെ ഏത് കോണിലും ഇടപെടാൻ ശേഷിയുള്ള ഒരു ഭരണകൂടം നമുക്കുണ്ട് എന്നതിന്റെ തെളിവാണിത്. അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ ഒരു മധ്യസ്ഥനായി നിൽക്കാൻ ലോകം ഇന്ന് ഇന്ത്യയെ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ അത് മോദിജി കഴിഞ്ഞ 10 വർഷം കൊണ്ട് കെട്ടിപ്പടുത്ത അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ വിജയം തന്നെയാണ്. പ്രതിസന്ധികൾ ഇനിയും ഉണ്ടായേക്കാം, യുദ്ധങ്ങൾ ഇനിയും നടന്നേക്കാം. എന്നാൽ ഭാരതത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ദീർഘവീക്ഷണമുള്ള ഒരു നേതൃത്വം നമുക്കുണ്ടെന്നത്
ഓരോ ഇന്ത്യക്കാരനും നൽകുന്ന ആശ്വാസം ചെറുതല്ല. ഈ നയതന്ത്ര വിജയത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു? മോദിജിയുടെ ഈ വിദേശ നയം ഇന്ത്യയെ ഒരു ലോക ശക്തിയാക്കി മാറ്റില്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.